ഭൂമുഖത്ത് 11,500 ഇനം പക്ഷികളുണ്ട്. അതിലൊരു പക്ഷിയെ കാണാൻ 16,000 കിലോമീറ്റർ യാത്ര ചെയ്ത മലയാളികളെ കുറിച്ചാണ് ഈ വീഡിയോ. വനയാത്രകൾ മിക്കവർക്കും ഹരമാണ്, ആവേശമാണ്. ചിലർക്ക് അത് അതുക്കും മേലെ. ഇവൻ ഇന്ത്യൻ പിറ്റ, കാവി എന്ന് മലയാള പേര്. സ്വദേശം നോർത്ത് ഇന്ത്യ. ശൈത്യകാലത്ത് ഇങ്ങു പോരും. നമ്മുടെ തൊടിയിലും കുറ്റിക്കാടിലും ഡിസംബർ മാസത്തോടെ ഇവരുണ്ടാവും. ഈ പാട്ട് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ബേർഡ് ഫാമിലിയാണ് പിറ്റ. ഈ കുടുംബത്തിൽ സബ് സ്പീഷീസ് ഉൾപ്പെടെ 32ഓളം ഇനങ്ങളുണ്ട്. അതിലൊരിനമാണ് ഇന്ത്യൻ പിറ്റ. ചില ഇനങ്ങൾ വംശനാശത്തിന്റെ വക്കിലാണ്. ഈ ദശകത്തിൽ തന്നെ ഭൂമുഖത്ത് നിന്ന് എന്നേക്കുമായി മറയാൻ ഇരിക്കുന്നവർ. അത്തരത്തിലുള്ള ഒരു പിറ്റ ആണ് സൂപ്പർബ് പിറ്റ. മാനസ് എന്ന ദ്വീപിൽ മാത്രം കാണുന്ന ഒരു പക്ഷി. ഇനി മാനസ് ദ്വീപ്, അത് പാപ്പുവ ന്യൂഗിനി എന്ന രാജ്യത്തിൻ്റെതാണ്. സർവത്ര കുഴപ്പം പിടിച്ച ഒരു രാജ്യം. സ്ഥാനം ഓസ്ട്രേലിയയുടെ വടക്ക്. മാനസ് ഒറ്റപ്പെട്ട ഒരു ദ്വീപാണ്. അവിടെ എത്തിപ്പെടുക തന്നെ ശ്രമകരം. അങ്ങനെയുള്ള ഒരിടത്ത് ഒരു പക്ഷിയെ തപ്പി ഇറങ്ങാൻ ചില്ലറ ഭ്രമമൊന്നും പോരാ. ഇറങ്ങി. മലയാളികൾ തന്നെ ഇറങ്ങി. യാത്രയ്ക്കുള്ള പണം സമാഹരിക്കുകയായിരുന്നു ആദ്യത്തെ കടമ്പ. ഒരു വർഷത്തെ ഓവർ ടൈം, കടം വാങ്ങൽ, അവസാനം പണം സെറ്റ്. അങ്ങനെ എല്ലാവരും സിംഗപ്പൂരിൽ ഒത്തുകൂടി. പാപ്പുവ ന്യൂഗിനിയിലേക്ക് ചുരുക്കം ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ വിമാന സർവീസ് ഉള്ളൂ. സിംഗപ്പൂരിൽ നിന്ന് പാപ്പുവ ന്യൂഗിനിയയുടെ തലസ്ഥാനമായ പോർട്ട് മോസ്ബിയിലേക്ക് 7 മണിക്കൂർ. പോർട്ട് മോസ്ബിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മാനസ് ദ്വീപിലേക്കുള്ള യാത്രകളൊക്കെ ഭാഗ്യം പോലെ. ആഴ്ചയിൽ 3 ഫ്ലൈറ്റ്സ് ഉണ്ട്. അത് വെബ്സൈറ്റിൽ. ഫ്ലൈറ്റ് വന്നെങ്കിലായി, പോയെങ്കിലായി. ഇവിടേക്ക് നിങ്ങൾ എന്നെങ്കിലും ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർമ്മ വെച്ചോളൂ. നടക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമേ ഇവിടെയുള്ളൂ. അത് പ്ലാൻ അനുസരിച്ച് ഒന്നും നടക്കില്ല എന്നതാണ്. ഇന്ന് ഏതായാലും മാനസ് ഫ്ലൈറ്റ് ഉണ്ട്. നമുക്ക് യാത്ര തുടരാം. അതിനു മുമ്പ് ഈ ചാനലിനെ കുറിച്ച് ഒരു വാക്ക്. വനസാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള ഒരു ചാനലാണ്. നിങ്ങളും അത്തരത്തിലുള്ള ഒരു യാത്രക്കാരനാണ്. ഇനി ഒട്ടും താമസിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ കൂടെ കൂടുക. യാത്രകൾ തുടരട്ടെ. ആദ്യം പറഞ്ഞതുപോലെ പാപ്പുവ ന്യൂഗിനി എന്ന രാജ്യത്തിന്റെ ഭാഗമാണ് മാനസ്. ഞങ്ങൾ പാപ്പുവ ന്യൂഗിനിയയിൽ നടത്തിയ വനയാത്രയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായേക്കാം. ഏതായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പറുദീസ പക്ഷികളുടെ നാടാണ് പാപ്പുവ ന്യൂഗിനി. 2 മണിക്കൂർ വിമാനയാത്രയുണ്ട് മാനസ് ദ്വീപിലേക്ക്. താഴെ കാണുന്നത് ബിസ്മാർക്ക് കടലാണ്. കടൽ കൊള്ളക്കാരുടെ സ്വന്തം കടൽ. മാനസ് ഒരൊറ്റ ദ്വീപല്ല, ചെറുതും വലുതുമായ കുറെ കുട്ടി ദ്വീപുകൾ കൂടിയ ഒരു ദ്വീപ സമൂഹം. ഏതായാലും ഈ ദ്വീപുകളുടെ ആകാശ കാഴ്ച അതിമനോഹരം. വിമാനത്തിന്റെ ലാൻഡിംഗ് ആണെങ്കിൽ സ്വപ്നതുല്യം. നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് 45 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അവസാനം അങ്ങനെ മാനസ് ദ്വീപിലെ എയർ സ്ട്രിപ്പായ മൊമോട്ടോയിൽ എത്തി. കുട്ടി എയർപോർട്ടാണ്. എയർപോർട്ട് ബിൽഡിംഗിൽ എത്തുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് ഈ പോസ്റ്ററാണ്. വെൽക്കം ടു ലോറൻഗാവ്, ക്യാപിറ്റൽ ഓഫ് മാനസ് പ്രോവിൻസ്. അടുത്ത ലൈനാണ് ത്രില്ലിംഗ്. ഹോം ഓഫ് സൂപ്പർബ് പിറ്റ. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവയെ കാണാനാണ്. അതും അവരുടെ തട്ടകത്തിൽ വെച്ച്. 30 മിനിറ്റ് യാത്രയുണ്ട് തലസ്ഥാനമായ ലോറൻഗാവിലേക്ക്. തലസ്ഥാനമെന്ന് പറയുമ്പോൾ നമ്മുടെ 1960കളിലെ ഒരു വില്ലേജ്, അത്രയൊക്കെ പറഞ്ഞാൽ മതി. 10,000 ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. ദ്വീപിൽ ആകെ ജനസംഖ്യ 50,000-ഓടടുത്ത്. ടൂറിസം മലിനീകരണം ഒട്ടും തന്നെ സംഭവിക്കാത്ത സ്ഥലമാണ്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പൊട്ടൻഷ്യലും. മത്സ്യബന്ധനമാണ് ജനങ്ങളുടെ മുഖ്യ ജീവിതമാർഗം. അത്യാവശ്യത്തിന് മാത്രം കൃഷിയുണ്ട്. ചില പഠനങ്ങൾ അനുസരിച്ച് ഇവിടെയാണ് ലോകത്താദ്യമായി വനഭൂമി വെട്ടിത്തെളിച്ച് കൃഷി തുടങ്ങിയത്. 9,000 വർഷങ്ങൾക്ക് മുമ്പ്. താഴെ ലിങ്കിൽ കൂടുതൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഡ്രോപ്പാരൻ എന്ന ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിൽ നിന്നും 45 മിനിറ്റ് ഡ്രൈവ്. ഗൈഡായ സാമുവലിൻ്റെ വീട് അവിടെയാണ്. കാലിലെ മുറിവ് കാരണം കക്ഷിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് സാമുവൽ സമ്മതിച്ചില്ല. കണ്ട ഉടൻ തന്നെ സൂപ്പർ പിറ്റയെ കാണാൻ ലൊക്കേഷനിലേക്ക് പുറപ്പെടാമെന്നായി. 1 മണിക്കൂറോളം കാട്ടിലൂടെ നടക്കണം. ഇടവിട്ടുള്ള മഴ കാരണം ഫോറസ്റ്റ് ഫ്ലോർ നനഞ്ഞ് കുതിർന്നു കിടക്കുകയാണ്. എങ്ങനെ നടന്നാലും സ്ലിപ്പാവും. ഈ കാടുകൾ ഒരു നീരാവി കൂടാരമാണ്. 10 അടി നടക്കുമ്പോഴേക്കും വിയർപ്പിൽ കുളിച്ചിരിക്കും. പിന്നെ കൊതുകിന്റെ കാര്യം. ഇവിടുത്തെ കൊതുകുകളുടെ മുമ്പിൽ നമ്മുടെ എറണാകുളത്തെ കൊതുകുകൾ ശുദ്ധന്മാരാണ്, വെറും ശിശുക്കൾ. 2 സ്ട്രെയിൻ മലേറിയ മാനസിലുണ്ട്. ഇക്കാര്യം ആദ്യ കൊതുകിന്റെ കടി കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ലവനായ സാമുവൽ പറഞ്ഞു തന്നു. ഇതാണ് സാമുവലിന്റെ പിറ്റ ഹൈഡ്. ഒരു എക്സ്ട്രീംലി ഷൈ ആയ പക്ഷിയാണ് സൂപ്പർ പിറ്റ.
ഇവിടെ വേണം ഞങ്ങൾക്ക് ഒളിഞ്ഞിരുന്ന് ഈ പക്ഷിയെ കാണാൻ. ഈ ഹൈഡിലിരിക്കുന്നത് സ്റ്റീം ബാത്തിൽ ഇരിക്കുന്നത് പോലെയാണ്. പുഴുങ്ങൽ അസഹനീയം. ബീജിയമായി കൊതുകിൻ്റെ പാട്ടും. ഈ കാണുന്നത് സാമുവൽ സൂപ്പർ പിറ്റായുടെ കോൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. ആദ്യമൊന്നും മറുപടി കിട്ടിയില്ല. അവസാനം ഒരു റിപ്ലൈ കോൾ. ഉൾവനത്തിൽ നിന്നാണ്. 2-3 തവണ കഴിഞ്ഞപ്പോൾ അത് നിന്നു. 1.5 മണിക്കൂറോളം ആവി സഹിച്ച് ഹൈഡിൽ തന്നെ ഇരുന്നു. സന്ധ്യയാകാറായി. ഇന്നത്തെ മിഷൻ ഫെയിൽഡ്. ഇനി നാളെ രാവിലെ നോക്കാം. 2-ാം ദിവസം രാവിലെ ഇടിമുഴക്കം കേട്ടാണ് ഉണർന്നത് തന്നെ. പുറത്ത് നല്ല മഴ. രാവിലത്തെ കാര്യം അങ്ങനെ സ്വാഹ. റൂമിൽ തന്നെ ഇരുന്നു. ഉച്ചയായപ്പോൾ സാമുവലെത്തി. കാട് മുഴുവൻ നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്. ഉച്ചതിരിഞ്ഞ് സൂപ്പർ പിറ്റായെ തപ്പി ഇറങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് മറ്റൊരു പ്ലാൻ ബി. വിസിറ്റ് ഐലൻഡ് എ. ഐലൻഡ് എ ഒരു സ്വകാര്യ ദ്വീപാണ്. ഈ ബോട്ട് ഓടിക്കാൻ പോകുന്ന കക്ഷിയുടേതാണ് ഞങ്ങൾ കാണാൻ പോകുന്ന ദ്വീപ്. ആരും പേരിടാത്തത് കൊണ്ട് പേരില്ല. എല്ലാവരും കൂടി ഐലൻഡ് എ എന്ന് പേര് കൊടുത്തു. മാനുവൽ എന്നാണ് ഈ പ്രൈവറ്റ് ഐലൻഡ് ഓണറിന്റെ പേര്. ജോലി കടത്ത്. പാർട്ട് ടൈം ജോലി ഫിഷിംഗ്. കുടുംബം താമസിക്കുന്നത് ദ്വീപിലാണ്. മരതക നിറമുള്ള ഈ കടൽ കാണൂ. എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരത്തിലുള്ള തീരങ്ങൾ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ബീച്ചിലൂടെ നടന്നപ്പോഴാണ് ഈ തകർന്ന കപ്പൽ കണ്ടത്. 2-ാം ലോകമഹായുദ്ധത്തിലെ ജപ്പാന്റെ കപ്പലാണത്രേ. ഓസ്ട്രേലിയൻ എയർഫോഴ്സ് മുക്കിയതാണ്. 3-ാം ദിവസം മഴയില്ല. അതിരാവിലെ സാമുവലിന്റെ പിറ്റ ഹൈഡിലേക്ക്. ഇത്തവണ ഞങ്ങൾക്ക് സൂപ്പർ പിറ്റയെ മിസ്സായില്ല. നേരം ശരിക്കും വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവനെത്തി. നമ്മുടെ ഇന്ത്യൻ പിറ്റയേക്കാളും വലുതാണ്. സെക്കൻഡുകൾ മാത്രമേ ദർശനം തന്നുള്ളൂ. ഏതായാലും മിഷൻ അക്കംപ്ലിഷ്ഡ്. മാനസ് ദ്വീപിൽ സൂപ്പർ പിറ്റ മാത്രമല്ല ലോക്കൽസ് ആയിട്ടുള്ളത്. മാനസ് ഫയർബേർഡ്, മാനസ് മൊണാർക്ക്, മാനസ് മാസ്റ്റ് ഔൾ, മാനസ് ബുബൂക്ക്, മാനസ് ഫാൻറ്റെയിൽ തുടങ്ങിയ ഇനങ്ങൾ ദ്വീപ് എൻഡമിക്സ് ആണ്. കൂടാതെ പല ഇനം തത്തകളും കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഡോവ്സും ഇവിടെയുണ്ട്. മറ്റ് പല അത്ഭുതങ്ങളും ഈ ദ്വീപിന് സ്വന്തമായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ എമറാൾഡ് സ്നെയിൽ. ലോകത്ത് ഈ പച്ച ഒച്ചുകൾ ഈ ദ്വീപിലെ വനങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇവയുടെ തോട് കമ്മലുകളും ലോക്കറ്റുകളും ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. കരയിൽ മാത്രമല്ല കടലിലും ധാരാളം കാഴ്ചകൾ കാത്തിരിക്കുന്നുണ്ട് മാനസ് ദ്വീപിൽ. ഡൈവിങ്ങിനും സ്നോർക്കലിങ്ങിനും പറ്റിയ ഡെസ്റ്റിനേഷനാണ് മാനസ് ദ്വീപ്. മാനസ് ലില്ലി എന്ന പൂച്ചെടി തപ്പി കാട് കുറച്ച് അരിച്ചു പെറുക്കിയെങ്കിലും കണ്ടുപിടിക്കാനായില്ല. റോഡുകളും മറ്റ് സിവിക് ഇൻഫ്രാസ്ട്രക്ചറുകളും കുറവാണ് മാനസിൽ. അക്കോമഡേഷൻ വളരെ കമ്മി. ഏതായാലും ഞങ്ങൾ താമസിച്ച ലോഡ്ജിൽ നിന്നുള്ള വ്യൂ അതിഗംഭീരമായിരുന്നു. ഇത് ഞങ്ങളുടെ ടീം ലീഡറായ സാബു കണറ്റുകരയും ഗൈഡായിരുന്ന സാമുവലും. സൂപ്പർ പിറ്റയെ കാണാനിറങ്ങിയ ഞങ്ങളുടെ ഈ എക്സ്പെഡീഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വിദൂര സ്ഥലങ്ങളിലേക്ക് സാഹസിക യാത്രകൾ നടത്താൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തോളൂ. കാരണം നിങ്ങളുടെ സമയം വരാനിരിക്കുന്നതേയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.